ഈ ചെറിയ മാമ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നു. തേങ്ങ, ജീരകം ഇതൊക്കെ അരച്ചെടുക്കുന്നു. ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ വഴറ്റി ലാസ്റ്റ് ഇടുന്നു. മാമ്പഴം ആദ്യം പച്ചമുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ ഇട്ട് വേവിക്കുന്നു വെള്ളമൊഴിച്ച്. കുറച്ച് മഞ്ഞളിട്ടു, വെള്ളം, മുളക്, മാങ്ങ, പഴം ഇതെല്ലാം കൊണ്ടിട്ട് വേവിക്കുന്നു. മാമ്പഴം അടുപ്പത്ത് വെച്ച് തിളച്ചു. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു. ഇത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. മാങ്ങ വേകുമ്പോഴത്തേക്കും തേങ്ങ, ജീരകം, 2 വെളുത്തുള്ളി, 4 ഉള്ളി, കുറച്ച് ഇഞ്ചി കഷ്ണം, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒക്കെ അരച്ചെടുക്കണം. മാങ്ങയ്ക്ക് കടുക് വറുക്കുക, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ശരി, മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള അരപ്പ് അരച്ചു. തൈര്, മാമ്പഴം ബിന്ദു, ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരപ്പ് ചേർത്ത് തിളപ്പിക്കുന്നു. ചെറുതായി കിടന്ന് തിളപ്പിക്കുന്നു. ഉപ്പ് നോക്കി മോര് ചേർക്കുമ്പോഴത്തേക്കും ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് തൈര് ഒഴിക്കാം. ഇനി തിളയ്ക്കാൻ നിർത്തുന്നില്ല, ചൂടായാൽ മതി. തീ കെടുത്താം. 15 വരുമ്പോഴത്തേക്കും തീ കെടുത്താം. ഇതിലേക്ക് കടുക് വറുത്ത ഉള്ളി മുപ്പിച്ചിടാം. മാമ്പഴപ്പുളിശ്ശേരിക്ക് കടുക് വറുക്കാനായിട്ട് 2 വറ്റൽമുളക് എടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി ഇതൊക്കെ വരിഞ്ഞ് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിടാം. കടുകിനോടൊപ്പം കുറച്ച് ഉലുവയും എടുത്തു. പുളിശ്ശേരിയല്ലേ. ഇത് നോക്കിയിട്ട് മാമ്പഴപ്പുളിശ്ശേരിക്ക് ചേർക്കാം. ഇത് മൂത്തിട്ട് മാമ്പഴപ്പുളിശ്ശേരി ചേർക്കുന്നു. ഉള്ളി മൂത്തു. ഇത് പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുന്നു. ചൂടൊന്ന് ആറി കഴിയുമ്പോൾ ഇളക്കി ഒഴിപ്പിച്ച് എടുക്കാം. മാമ്പഴപ്പുളിശ്ശേരി കടുക് വറുത്തിട്ട് ഇളക്കി ചോറിലേക്ക് ഉപയോഗിക്കും. ലെമൺ ഫ്രൈ. രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി വറുത്തെടുക്കുന്നു. ഗോതമ്പ് കൂട്ടുണ്ടാക്കാനാണ്. പൊടി ചുമന്ന് തുടങ്ങി. എല്ലാ പൊടിയും ചുമക്കുമ്പോൾ റെഡ് കളറാകുമ്പോൾ തീയെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഗോതമ്പ് പൊടി നനച്ചെടുക്കുന്നു. പൊട്ട് ഈ പൊടിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ചേർത്ത് ഇളക്കി അടുപ്പത്തൊന്ന് മാറ്റി ഇനി വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നു. ചൂട് മാറിയിട്ടില്ല. പുട്ടിന് നനച്ച് വെക്കണം.
ഗ്ലാസ് എടുത്തു. ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഒരുമാതിരി നനഞ്ഞു. ഉരുട്ടുമ്പോൾ കയ്യിൽ ഉരുട്ടാൻ, പൊടിക്കുമ്പം പൊടിഞ്ഞു പോകുന്നുണ്ട്. ഈ പരുവത്തിൽ നനച്ചെടുത്തു. പുട്ടുകുറ്റിയിൽ ഇടയ്ക്ക് തേങ്ങയൊക്കെ വെച്ച് പുട്ട് പുഴുങ്ങുക. ഗോതമ്പ് പുട്ട് കറിയായിട്ട് വേണം. കടലക്കറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഴം ഉപയോഗിക്കാം. ഇവിടെ പഴമായപ്പോൾ പുട്ടും പഴവും ഉണ്ടാക്കാം. തേങ്ങ, ഗോതമ്പ് പൊടി ഇത് മാറി മാറി കുറ്റിയിലേക്ക് ഇട്ട് നിറച്ച് ആവിയിൽ പുഴുങ്ങാൻ നോക്കും. 3 സ്പൂൺ ഗോതമ്പ് പൊടി, അതിനുശേഷം കുറച്ച് തേങ്ങ ഇടുന്നു. അങ്ങനെ ഫില്ലാക്കുന്നു. കുറ്റി ഫില്ലാക്കുന്നു. പുട്ടുകുറ്റിയിൽ വെള്ളം അടുപ്പത്ത് വെച്ചു. പുട്ടുകുറ്റിയിൽ പുട്ട് ആവിയിൽ വെക്കുന്നു. ഒരു കുറ്റി പുട്ട് റെഡിയായി. ഇനി അടുത്ത കുറ്റി നിറച്ച് ആവിക്ക് വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും ഒഴിച്ചിട്ട് ഇളക്കുന്നു. ഉളുമ്പും മണവും ചുവയൊക്കെ പോകാനും ചിക്കൻ്റെ ഉളുമ്പ് പോകാൻ വിനാഗിരി ഒഴിച്ച് ഇളക്കി വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം. ഉപ്പും വിനാഗിരി ഇട്ട് ഇളക്കി വെച്ചു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കുറച്ച് അരിപ്പൊടി, മഞ്ഞൾ, മല്ലി, മുളക്, ഗരം മസാല ഇതൊക്കെ ചേർക്കാം. ഇഞ്ചി, മുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നു. അരച്ച് തിരുമ്മി വെച്ചിട്ട് സവോള വഴറ്റി കറിയാക്കും. ഇത് അരച്ച ചിക്കനിൽ പെട്ടെന്ന് ഉപ്പും വിനാഗിരിയിട്ട് ഇളക്കിയ ചിക്കനെ വേറെ പാത്രത്തിൽ മാറ്റുന്നു. വെള്ളം കൊണ്ട് കളയാം. എന്നിട്ട് വെള്ളം അടിക്കും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ അരച്ച് ഇതിലേക്ക് ഇട്ട് വരട്ടി വയ്ക്കണം. കുറച്ച് കാശ്മീർ ചില്ലിപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾ, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള പൊടിയും ഇട്ട് ഇളക്കി തിരുമ്മി പകുതി ഒന്ന് കറി വെക്കാൻ, പകുതി അടുത്ത ദിവസം കറി വെക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നു. അരപ്പ് തിരുമ്മി വെച്ചു. പകുതി ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി. ചിക്കൻ എണ്ണയിൽ വറുക്കാൻ വെച്ചു. ചിക്കൻ മറന്നുകൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് ഒരു ചെഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ സബോള, കറിവേപ്പില ഇതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ചിക്കനിലേക്ക് ചേർക്കാം. ചിക്കൻ മൂത്ത് ഈ സബോള വഴറ്റുക. പിന്നെ സബോള വറുത്തുക. ഇളക്കിയിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കും. വറുത്ത്
സോഫ്റ്റ് ചാറ്. ചിക്കൻ വറുത്ത എണ്ണ മുതൽ കുറച്ച് അവിടുന്ന് വെക്കാൻ ചിക്കൻ വറുക്കുന്നതിന് തീ എടുത്ത് സബോളയ്ക്ക് അത് കുറച്ച് ഉപ്പിട്ടു. ഇനി കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് വെള്ളം ഒഴിച്ച് അരപ്പിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് ചാറാക്കി എടുക്കുക. പൊടികളൊക്കെ ചേർത്ത് ഈ അരപ്പിൻ്റെ വെള്ളം കൂടെ ചേർത്ത് സബോളയ്ക്ക് അത് കുറച്ച് ഉപ്പിട്ടു. ഇനി കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് വെള്ളം ഒഴിച്ച് അരപ്പിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് ചാറാക്കി എടുക്കുക. അരപ്പ് തിളച്ചിട്ട് ചിക്കനിലേക്ക് ചേർക്കും. ചിക്കൻ വറുത്ത് ചാറായി. അരപ്പുള്ളതിലേക്ക് ചിക്കനിലേക്ക് സവോള വറുത്തത് അരപ്പ് ചേർത്ത് ഇളക്കി ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ച് വെക്കും. ഉപ്പ് പോരാട്ടം ചിക്കൻ മപ്പാസ് ചിക്കൻ ചാറ് റെഡിയായി. ഗോതമ്പ് കൂട്ടിന് കൂട്ടാം, ചോറിന് കൂട്ടാം, ചപ്പാത്തിക്ക് കൂട്ടാം, കപ്പയ്ക്ക് കൂട്ടാം, ഏതിന് കൂട്ടാം. കോവയ്ക്കയും ചീരയുടെ തോരൻ വെക്കാം. പച്ചമുളക്, ഉള്ളി അരിഞ്ഞ് തേങ്ങ ചിരണ്ടിയിട്ട് കോവയ്ക്ക ചീര തോരൻ വെക്കാനായിട്ട് വെള്ളുള്ളിരിക്കുന്നു. ഇതിലേക്ക് തേങ്ങ ചിരണ്ടി തേങ്ങ ചിരണ്ടിയിട്ട് അവിയേറ്റ് വെള്ളം വറ്റിച്ച് തോരണം.